ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്, അതായത് BDFൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കാറ്. അപ്പോൾ ബീഫ് ചില്ലി ഫ്രൈ എന്നോ അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്തായാലും ഇത് അടിപൊളി കോമ്പിനേഷനാണ് പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്തായാലും ഈ ഒരു റെസിപ്പി ഒരുപാട് പേർക്ക് ഇഷ്ടമാവും. അപ്പം എന്തായാലും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ BDF ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബീഫ് ചില്ലി ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ടുള്ള ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ, ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് എല്ലുള്ള പീസും എല്ലില്ലാത്ത പീസും എല്ലാതും കൂടി ഞാൻ പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും, അത്ര മതി. ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 1 കിലോ ബീഫ് ഉണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ആകെ 1/2 കപ്പ് വെള്ളം മതി ഇത്രയും ബീഫ് വേവാൻ വേണ്ടിയിട്ട് കേട്ടോ. വെള്ളം ഇറങ്ങി വരും ബീഫിൽ നിന്ന്. പിന്നെ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ എന്തായാലും കുക്ക് ചെയ്തെടുക്കണം. അതായത് ഈ ഒരു ബീഫ് നമ്മളൊരു 90% കുക്കാവണം. ബാക്കി 10% നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ കുക്കായാൽ മതി കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ബീഫ് കുക്കാവാണ്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കരുത്. ഇനി ഞാൻ കുറച്ച് വലിയ ജീരകം ഇതുപോലെ പാനിലിട്ടിട്ട് ചൂടാക്കിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഉണ്ടല്ലോ, ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ ഡ്രൈ ഫ്രൈ, ചിക്കൻ 65, അതിലോട്ടൊക്കെ ഉള്ളൊരു മെയിൻ ചേരുവയാണ് ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള വലിയ ജീരകം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദായിരിക്കും. ചിക്കൻ 65ലോട്ടും അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴും ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാനതൊന്ന് കുറച്ചധികം പൊടിച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വന്നു, 3 വിസിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറക്കുന്നത് കേട്ടോ. അപ്പോൾ അതോടെ കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിലോട്ടുള്ളൊരു മാരിനേഷൻ റെഡിയാക്കി എടുക്കാം. ഒരു ബോൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള വലിയ ജീരകം ഉണ്ടല്ലോ, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, ചില്ലി പൗഡർ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 1 ടീസ്പൂണോളം വിനാഗിരി ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഈ ബീഫ് വേവിച്ചുള്ള സ്റ്റോക്കിൻ്റെ വാട്ടർ ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ സാധാ വെള്ളം ചേർക്കുന്നതിന് പകരമാണ് ബീഫിൻ്റെ വേവിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ബീഫിൻ്റെ വെള്ളം. അപ്പം ഈ ഒരു മസാലയിൽ ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു 1/2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബീഫ് ഫ്രൈ ആക്കാനും വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് വെള്ളം സെപ്പറേറ്റ് ചെയ്തു, ബീഫ് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നീളത്തിൽ. ആദ്യം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വല്ലാണ്ട് തിന്നാക്കിയിട്ട് കട്ട് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് ഫ്രൈ ആക്കുന്ന സമയത്ത് പെട്ടെന്ന് മുരർത്ത് പോവും. അപ്പം അകത്ത് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ട്, എന്നാൽ ഭയങ്കര തിക്കാവാനും പാടില്ല. അപ്പോൾ ഒരു നോർമലായിട്ട് ഉള്ളൊരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം ബീഫ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഒന്നുകൂടെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്രിസ്പായിട്ട് പോകും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ ബീഫിൻ്റെ ഇറച്ചി പീസ് മാത്രം നമ്മൾ വാങ്ങിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലുള്ള പീസും ഇറച്ചിയുള്ള പീസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് പല സൈസിലായിരിക്കും. നമ്മൾ ഇറച്ചി പീസ് മാത്രം നല്ല ഇറച്ചി പീസ് നോക്കിയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാതും ഒരേ സൈസിൽ കിട്ടും. ഇതിപ്പം എല്ലുമെന്നൊക്കെ നമ്മൾ ഇറച്ചി കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഈ ഒരു മാരിനേഷനിലോട്ട് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ബീഫിൻ്റെ കഷ്ണങ്ങളിൽ നന്നായിട്ട് ഇത് എന്താ പറയുക പിടിച്ചിരിക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മസാല ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഫങ്ഷൻസിലൊക്കെ ഇതുപോലെ ബീഫ് ഡ്രൈ ഫ്രൈയോ അല്ലെങ്കിൽ ബീഫ് ചില്ലി ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. റെഡ് ഫുഡ് കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് ഒട്ടും തന്നെ നിർബന്ധമില്ല, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. മാക്സിമം അങ്ങനെ ചേർക്കാണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതലാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. കാരണം നല്ല സ്പൈസി ആയിട്ട് നമ്മുടെ BDFും അല്ലെങ്കിൽ ചില്ലി ഫ്രൈ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ഇതിലോട്ടൊക്കെ നമ്മൾ നല്ല ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം അവർ ഫുഡ് കളർ ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ചേർത്തുള്ളത്. അത് പൗഡറായിട്ടായിരിക്കും ഉണ്ടാവുക. അതിലോട്ട് കുറച്ച് വെള്ളം ഒറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് ലിക്വിഡ് ആക്കിയിട്ട് വേണം അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കാം. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം എണ്ണ വേണം, എന്നാലേ നമുക്കത് എന്താ പറയുക നല്ല ടേസ്റ്റിൽ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ആദ്യം കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കോരി കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അതിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും ഫ്രൈ ആക്കുമ്പോൾ. അതിന് ശേഷമാണ് ഞാൻ ഈ ബീഫ് ഇട്ട് കൊടുക്കുന്നത്, മാരിനേറ്റ് ചെയ്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ, വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടില്ല, ഭയങ്കര ഡാർക്ക് കളറിൽ പെട്ടെന്നായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഒരു 10% ഉണ്ടല്ലോ, 90% നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തു, ബാക്കി 10% ഇവിടെ കിടന്നിട്ടാണ് വേവാനുള്ളത്. അപ്പോൾ ഒരു ബാച്ച് നമ്മുടെ ബീഫ് ചില്ലി ഫ്രൈയോ അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ഫ്രൈയോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കോരിയിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതുപോലെ ഞാൻ മുമ്പ് ഇതുപോലെ ഒരു ബീഫ് ചില്ലി ഫ്രൈൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെരുന്നാൾ വ്ളോഗിലായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ ഇങ്ങനെ ഫ്രൈ ആക്കിയ ശേഷം അത് വീണ്ടും ഒരു സോസിൻ്റെ ഒരു ഗ്രേവിയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇതൊരു നാടൻ റെസിപ്പിയാണ്. മുമ്പ് ഞാൻ ഷെയർ ചെയ്തിരുന്നത് ഒന്ന് സ്പെഷ്യലായിരുന്നു. അതിൽ കുറച്ച് സോസിൻ്റെ ഗ്രേവിയിലിട്ടിട്ട് ലാസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. ഇത് വേറൊരു ടേസ്റ്റ്, അത് വേറൊരു ടേസ്റ്റ്. അപ്പോൾ ആ റെസിപ്പി ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ പിൻ്റെ കമൻറ്റായിട്ട് കൊടുക്കാം. അത് നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കിയെടുത്ത ശേഷം ഈ ഒരു ബീഫ് ചില്ലി ഫ്രൈ നമ്മൾ വേറൊരു ടൊമാറ്റോ സോസിൻ്റെ ഒരു ഗ്രേവിയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടിയേ ഉള്ളൂ, പക്ഷേ ആ ഒരു സ്റ്റെപ്പിൽ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബീഫ് ചില്ലി ഫ്രൈ. അങ്ങനെ സോസൊന്നും ഇടാത്ത ബീഫ് ചില്ലി ഫ്രൈ ആണത്. അപ്പോൾ 2 റെസിപ്പീസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടും കിട്ടില്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ചില്ലി ഫ്രൈ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ കളർ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു റെഡ് കളറിലാണ് നമ്മുടെ ഈ ഒരു ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ചില്ലി ഫ്രൈ വന്നിട്ടുള്ളത്. അപ്പോൾ കളർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും വരിക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.